ഹേ ഗായ്സ്, വെൽക്കം ടു ടെക്കോസ് കൊച്ചി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക്കോസ് കൊച്ചിയുടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗായ്സ്, ഇന്ന് നമ്മുടെ അടുത്തുള്ളത് 29,000 റുപ്പീസ് വില വരുന്ന ബോസിന്റെ NC700 ഹെഡ്സെറ്റ് ആണ്. അപ്പൊ നിങ്ങൾ കാണുന്ന പോലെ കണ്ട ഇതിന്റെ ഉള്ളിലുള്ള ഇതിന്റെ കുഷ്യൻ മൊത്തം പോയി മീൻസ് ഫുള്ളി ടോൺ ഔട്ട് ആണ്. ഇത് ഏകദേശം ഒരു 1 year ഓൾഡ് ആയ ഒരു കസ്റ്റമറിന്റെ ഹെഡ്സെറ്റ് ആണ്. പുള്ളി റെഗുലർ ആയിട്ട് ജിമ്മിൽ യൂസ് ചെയ്യുന്ന ഒരു ഹെഡ്സെറ്റ് ആണ്. അപ്പൊ വേർപ്പും വെള്ളത്തിന്റെ ഇതും കാരണം ഈ സാധനം ലെതർ ആയ കാരണം ഇത് കീറിപ്പോവും. അപ്പൊ ഇങ്ങനെ ഇത് മൊത്തം കീറി ഫുള്ള് ടോൺ ഔട്ട് ആയിട്ടിരിക്കുന്നതിന് അതിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ച് വരെ പുറത്തേക്ക് വന്നു. അപ്പൊ ഫുള്ളി ടോൺ ഔട്ടാണ്. അപ്പൊ ഇത് കസ്റ്റമർ എൻ്റെ അടുത്ത് ഇത് സെയിൽ ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട് തന്ന സാധനമാണ്. ഞാൻ പറഞ്ഞ് ഇറ്റ് ഈസ് പോസിബിൾ ടു റീപ്ലേസ് ദിസ് കുഷ്യൻ. അപ്പൊ ഈ കുഷ്യൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പഴയ പോലെ പുതിയതായിട്ട് യൂസ് ചെയ്യാം. കാരണം പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചത് ഈ സാധനം ഒന്ന് വിറ്റിട്ട് പുതിയൊരു മോഡൽ തരുമെന്നാണ് ചോദിച്ചത്, പുതിയൊരു പീസ് തരുമെന്നാണ് ചോദിച്ചത്. കാരണം ഇത് ഓൾറെഡി ടോൺ ഔട്ടായി. പുള്ളിക്ക് അങ്ങനെ ക്യാഷിന്റെ പ്രശ്നമൊന്നുമില്ല. ബോസിന്റെ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ക്യാഷുള്ള ആൾക്കാരായിരിക്കുമല്ലോ. പക്ഷെ ഒരു സാധാരണക്കാരനാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ കനോട്ട് റീപ്ലേസ് ഇറ്റ് ഓഫൺ അല്ലേ എന്ന് പറഞ്ഞ പോലെ അയാൾ ചെയ്തപോലെ ഒരു ടോൺ ഔട്ട് ആയി പോയി എന്ന് വിചാരിച്ചിട്ട് പുതിയത് വാങ്ങിക്കണം, അപ്പൊ വാങ്ങിക്കണം. എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളെ കൊണ്ട് പറ്റിയിരിക്കും. പറ്റുന്ന എന്തെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തോ. അപ്പൊ ഈ ഒരു സാധനം എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ടെക്കോസ് കൊച്ചിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ടെക്കോസ് കൊച്ചിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നേരത്ത് ടെക്കോസ് കൊച്ചി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു പാക്കറ്റിനകത്താണ് സാധനം വരുന്നത്. ഈ ഒരു പാക്കറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് പുതിയ 2 കുഷ്യൻ പുതിയത് നമ്മൾ അയച്ചു തരും. ഇല്ലെന്നാണെങ്കിൽ നിങ്ങളുടെ ഹെഡ്സെറ്റ് നമുക്ക് അയച്ചു തന്നെയാണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് തരും. പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഈ നമ്മുടെ അടുത്ത് നിന്ന് ഇതിന്റെ കുഷ്യൻസ് ഓർഡർ ചെയ്യാം. എല്ലാ ഹെഡ്സെറ്റിന്റെയും, എല്ലാ പ്രീമിയം ഹെഡ്സെറ്റിന്റെയും കുഷ്യൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് റീപ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ടാ ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു സൈഡ്, ഇതിനൊരു ടൂളൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടും. പക്ഷെ ടൂളിന്റെ ആവശ്യം വരുന്നില്ല. ആക്ച്വലി ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ഒരു എഡ്ജ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ടൂൾ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഈ സാധനം ക്ലിപ്പ് ഔട്ട് ചെയ്തെടുക്കുക. സിമ്പിൾ ആയിട്ട് ക്ലിപ്പ് ഔട്ടായി. പിന്നെ അടുത്തതും ഇപ്പുറത്തെ സൈഡ് നമുക്ക് ക്ലിപ്പ് ഔട്ട് ചെയ്യാം. വളരെ എളുപ്പമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. സൂക്ഷിച്ച് ചെയ്യണം, ഇതിന്റെ ക്ലിപ്പ് ഒടിഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് കണ്ട ഇങ്ങനെയാണ് നമ്മുടെ ഹെഡ്സെറ്റിന്റെ കുഷ്യൻസ് റിമൂവ് ചെയ്യാൻ നേരത്തെ കിട്ടുന്നത്. പഴയ കുഷ്യൻ ടോട്ടലി വോൺ ഔട്ട് ആയി പോയി, ഫുള്ളി പോയി. കണ്ട, ഫുള്ളി പോയൊരു വോൺ ഔട്ട് ആയ ഒരു കുഷ്യനാണ്. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ഇതും വേണമെങ്കിൽ റിമൂവ് ചെയ്തെടുക്കാം. ഇതൊരു ഡസ്റ്റ് ഫിലിമാണ്. ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതാണ് ബോസ് NC700ന്റെ ഉള്ളിലുള്ള വ്യൂ ആണ്. സാധാരണ ഒരു ലോക്കൽ ഹെഡ്സെറ്റ് പോലെ അല്ല, ഭയങ്കര പ്രീമിയം ഫിനിഷ് ടച്ച്. കണ്ടേ നമുക്ക് കൊത്തിയ. ഈ ഒരു സാധനം ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ടൂളിന്റെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഇതിന്റെ ഗമ്മും ഗ്ലൂസൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വന്നതൊക്കെ ക്ലിയർ ചെയ്ത് കളയാം. പറ്റണത്രയും നമുക്ക് ക്ലിയർ ചെയ്ത് കളയാം. നമ്മളിത് ഫുള്ളി ക്ലീൻ ചെയ്തിട്ടുണ്ട്. കണ്ട, ഇതാണ് ഫുള്ളി ക്ലീൻ ചെയ്തതിന് ശേഷം ബോസ് NC700ന്റെ ഉള്ളിലത്തെ ഭാഗം. കണ്ട, വളരെ ക്ലീൻഡ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ നേരത്ത് ഈ പാക്കറ്റിനകത്ത് വരുന്ന നമ്മൾ ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ചെയ്തത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള ഉള്ളിലത്തുള്ള ഡസ്റ്റ് പിക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ചെവിയിലുള്ള അഴുക്കുകളൊന്നും സ്പീക്കറിനകത്ത് പോകില്ല. അതിനാണ് ബോസ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മളിത് ഇതിന്റെ ഗമ്മ് നമ്മൾ പീൽ ഓഫ് ചെയ്തെടുക്കുക. ഇതിന്റെ സ്റ്റിക്കറാണ് വരുന്നത്. സ്റ്റിക്കർ നമ്മൾ ജെന്റ്ലി പീൽ ഓഫ് ചെയ്തെടുക്കുക. ഫുള്ളി പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജെന്റ്ലി അതിന്റെ കോർണേഴ്സ് എല്ലാം നമ്മൾ എഡ്ജ് ടു എഡ്ജ് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിൾ ആണ് ഈ സാധനം സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി. നമ്മൾ പീൽ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക.
കംപ്ലീറ്റ്ലി സ്റ്റിക്ക് ആയിട്ടുണ്ട്. മേക്ക് ഷുവർ അത് നല്ലോണം സ്റ്റിക്ക് ആയിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. എല്ലാ എഡ്ജസും ഉണ്ടാവും. ഇതിപ്പോ നമ്മൾ കംപ്ലീറ്റ്ലി അപ്പൊ 2 സൈഡും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ അതിനുശേഷം ഉണ്ടാവും ഫുള്ളി നമ്മൾ എഡ്ജ് ടു എഡ്ജ് എല്ലാം ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ പുതിയ കുഷ്യൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ജസ്റ്റ് ഈ ക്ലിപ്പ് ഉണ്ട്, ഈ ക്ലിപ്പ് ഹോൾസിന്റെ അത് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് നമ്മളത് ക്ലിപ്പ് അസൈൻ ചെയ്യുക, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. ഇപ്പുറത്തെ സൈഡ് നമ്മൾ റൈറ്റ് സൈഡ് പിന്നെ അലൈൻ ചെയ്യാൻ പോകുന്നത്, ലെഫ്റ്റ് സൈഡ് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഫുള്ളി ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ അലൈൻ ചെയ്ത് അത് സ്റ്റിക്കപ്പ് ആയിട്ടുണ്ട്. ഇനി ഇറ്റ്സ് ഗുഡ് ടു ഗോ. യു ക്യാൻ യൂസ് യുവർ ബോസ് NC700 ജസ്റ്റ് ലൈക്ക് ബ്രാൻഡ് ന്യൂ. പഴയ കുഷ്യൻസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കംപ്ലീറ്റ്ലി ഒരു പുതുപുത്തൻ ഹെഡ്സെറ്റ് ആയിട്ട് വി ഗോട്ട് ഇറ്റ് ബാക്ക്. സോ ജസ്റ്റ് 2000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ് ടെക്കോസ് കൊച്ചിയിൽ. You don't have to waste 29,000 again for a new headphone. Stay tuned, guys.